ദേവാമൃതം. ദേവാമൃതത്തിലിനി വാസ്തുശാസ്ത്രം. ദേവാമൃതം. വാസ്തു ജ്യോതിഷപരമായ പ്രശ്നപരിഹാരങ്ങൾ നമുക്ക് പറഞ്ഞു തരാനായി വാസ്തു ജ്യോതിഷാചാര്യൻ ഡോക്ടർ ഡെന്നീസ് ജോയിയാണ് ഇന്നും നമ്മോടൊപ്പം ഉള്ളത്. സ്നേഹത്തോടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം ഡെന്നീസ് സാർ. കത്ത് വായിച്ചു തുടങ്ങാം. ഓക്കെ. ഡിയർ സാർ, ഞാൻ കണ്ണൂരിൽ നിന്നും എഴുതുന്ന കത്താണിത്. ഇവിടെ 30 സെൻറ്റ് സ്ഥലത്ത് വീട് പണിത് താമസമായിട്ട് 35 വർഷത്തോളമായി. പക്ഷേ ഒരു വിധത്തിലും ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത അവസ്ഥയാണ്. ഹസ്ബൻഡിന് ഗവൺമെൻറ് ജോലിയാണ്, പക്ഷേ അദ്ദേഹം ജോലിക്ക് പോകുന്നില്ല. അതുപോലെ എൻ്റെ 2 കുട്ടികളും പഠിച്ചുവെങ്കിലും ജോലിയൊന്നും ആകുന്നില്ല. ആകെ വിഷമത്തിലാണ്. പല വാസ്തുകാരെയും കാണിച്ചു, പല പരിഹാരങ്ങളും ചെയ്തു, എന്നിട്ടും ഒരു മാറ്റവും ഉണ്ടാവുന്നില്ല. വീടിൻ്റെ പ്ലാനും സ്ഥലത്തിൻ്റെ പ്ലാനും ജാതകവും ഇതോടൊപ്പം അയക്കുന്നു. ദയവായി റിപ്ലൈ തരണം. ഈ ഒരു വസ്തുവിൻ്റെ പ്ലാൻ എടുക്കുന്ന സമയത്ത് ഇതിൻ്റെ കിഴക്ക് വടക്ക് ഭാഗം ഛേദിച്ചു പോയിട്ടുള്ള വസ്തുവായിട്ടാണ് കാണുന്നത്. കാരണം വെച്ചാൽ ആ ഒരു കോർണർ ഇതിനകത്ത് ഇല്ല. അങ്ങനെയുള്ള സ്ഥലത്ത് നമ്മൾ വീട് വെച്ച് താമസിക്കുമ്പം ഈ പറഞ്ഞ പോലെ നമ്മുടെ വീടിനകത്തോട്ടൊരു ഐശ്വര്യം ഉണ്ടാവണമെന്നില്ല. കാരണം വെച്ചാൽ കിഴക്ക് വടക്ക് ഭാഗം എന്ന് പറയുന്നത് പെട്ടെന്ന് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ അതിൻ്റെ ഒരു വാസ്തുപുരുഷൻ്റെ തല വരുന്ന പോർഷനായിട്ടാണ് നമ്മുടെ കണക്ക് കൂട്ടുന്നത്. അപ്പം ഹെഡിൻ്റെ പോർഷൻ ഏതെങ്കിലും രീതിയിലുള്ള കംപ്ലയിൻറ്റ് വന്നാൽ ഇതിനകത്തോട്ട് താമസിക്കുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ ശ്വാസം മുട്ടൽ ഫീൽ ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് ഇറങ്ങിപ്പോകാനുള്ള ടെൻഡൻസി ഉണ്ടാവുക, വീട്ടിൽ ഒരു അലോഹ്യങ്ങളുണ്ടാവുക, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടൊരു പുരോഗതിയില്ല, നമുക്കൊരു ഐശ്വര്യമില്ലാത്ത അവസ്ഥയിലേക്ക് പോകും. അപ്പം ഇവർ ഓൾറെഡി ഇത് ഇങ്ങനെ നിൽക്കുന്നൊരു വീടായതുകൊണ്ട് തന്നെ നമുക്കിനി ആ ഒരു ഭാഗം കൂട്ടിയെടുക്കാൻ ഒന്നും നമുക്ക് പറ്റില്ല. അപ്പോൾ ഇവർക്ക് ചെയ്യാൻ പറ്റുന്ന ഭാഗം എന്ന് വെച്ചാൽ ആ ഛേദിച്ച് പോയ ഭാഗം തൊട്ട് ഭൂമിക്ക് അടിയിൽ കൂടി ബേസിക് ഫൗണ്ടേഷൻ കൊടുത്തിട്ട് അത് സ്ക്വയർ ചെയ്തെടുത്താൽ നോർത്ത് ഈസ്റ്റ് ഭാഗം ഷാർപ്പായി കിട്ടും. രണ്ടാമത്തെ ഒരു വിഷയം വെച്ചാൽ ഇതിൻ്റെ കിഴക്ക് വടക്ക് ഭാഗം, അതായത് വീടിൻ്റെ കിഴക്ക് വടക്ക് ഭാഗവും മതിലിൻ്റെ കിഴക്ക് വടക്ക് ഭാഗവും തമ്മിൽ ഒരു വര വരച്ചാൽ ആ വര ബ്രേക്ക് ആവാൻ പാടില്ല എന്ന് എല്ലാ എപ്പിസോഡും നമ്മൾ പറയുന്നതാണ്. അപ്പം ഈ ഒരു ഭാഗത്തായിട്ട് ഇവിടെ ഒരു കിണർ വന്നിട്ടുണ്ട്. കാരണം ഈശാനുരേഖ കട്ട് ചെയ്തിട്ടാണ് ആ കിണർ നിൽക്കുന്നത്. കാരണം വെച്ചാൽ കിണർ കറക്റ്റ് സ്ഥാനത്താണോ എന്ന് കിഴക്കുടക്കാണോ എന്ന് ചോദിച്ചാൽ കിഴക്കുടക്കാണ്, പക്ഷേ അത് കൃത്യമായിട്ടുള്ളൊരു സ്ഥാനത്തല്ല ഇവർ ചെയ്തിരിക്കും. കാരണം വെച്ചാൽ ഗുണത്തേക്കാൾ കൂടുതൽ ദോഷമായിരിക്കും ഇവർക്കുണ്ടാവുക. അപ്പം ഈ ഒരു കാര്യങ്ങൾ ഒരു മതിൽ കെട്ടിയിട്ട് ഇവർ സെപ്പറേറ്റ് ചെയ്യുവാണെങ്കിൽ ആ ഒരു ദോഷങ്ങൾക്ക് ഒരു പരിഹാരമാവും. അതേപോലെ ഈ ഒരു പ്ലാൻ എടുക്കുന്ന സമയത്ത് ഇതിൻ്റെ തെക്ക് ഭാഗത്തും പടിഞ്ഞാറ് ഭാഗത്തും മതിൽ കെട്ടി സെപ്പറേറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം വെച്ചാൽ ഇതിൻ്റെ തെക്ക് ഭാഗവും പടിഞ്ഞാറ് ഭാഗവും ഓപ്പണാണ്. അപ്പം കിഴക്ക് ഭാഗത്തും വടക്ക് ഭാഗത്തും മാത്രമേ ഇതിനകത്ത് മതിലുള്ളൂ. കാരണം ഇവരുടെ വസ്തു അല്ലെങ്കിൽ കൂടി പടിഞ്ഞാറ് ഭാഗത്തും ഈ പറഞ്ഞ പോലെ തെക്ക് ഭാഗത്ത് ഇത്രയും സ്പേസ് വരുമ്പോൾ വീട് സ്ഥാനത്തല്ലാത്ത ഒരവസ്ഥയിലേക്ക് പോകും. അപ്പം ഈ 2 ഭാഗത്തും വാസ്തുവിൻ്റെ കണക്കനുസരിച്ച് ഇവർ മതിൽ കെട്ടി സെപ്പറേറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഈ ഒരു വസ്തു എടുക്കുന്ന സമയത്ത് ഇതിൻ്റെ സൗത്ത് ഈസ്റ്റിൽ നിന്നൊരു വഴിമുട്ട് വരുന്നുണ്ട്. അവിടെ തന്നെയാണ് ഗേറ്റ് കൊടുത്തിരിക്കുന്നത്. കാരണം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഗേറ്റ് വന്നു കഴിഞ്ഞാൽ ഇതിൽ താമസിക്കുന്ന ആൾക്കാർക്ക് മാനസികമായിട്ടുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടും ഉണ്ടാവും. അതുപോലെ ഇതിനകത്ത് താമസിക്കുമ്പോൾ നമുക്ക് എത്ര പൈസ കിട്ടിയാലും ദാരിദ്ര്യം വിട്ട് മാറാൻ പറ്റാത്ത ഒരവസ്ഥയാവും. അതുപോലെ സ്ത്രീകൾക്കും നമ്മുടെ കുട്ടികൾക്കൊക്കെ അതൊരു ഇമ്പ്രൂവ്മെൻറ്റിന് അത് ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പോൾ ഈ ഒരു ഗേറ്റിൻ്റെ സ്ഥാനത്തിനും വിഷയമുണ്ട്, വഴിമുട്ടിൻ്റെ പ്രശ്നങ്ങളുണ്ട്. അതിന് വേണ്ടുന്ന കാര്യങ്ങൾ പരിഹാരങ്ങൾ ചെയ്യിപ്പിക്കണം. അതുപോലെ തന്നെ ഈ വീടിൻ്റെ പ്ലാൻ എടുക്കുന്ന സമയത്ത്, ഈ പ്ലോട്ടിൻ്റെ പ്ലാൻ എടുക്കുന്ന സമയത്ത് ഇതിൻ്റെ കിഴക്കുടക്ക് ഭാഗത്ത് കംപ്ലയിൻ്റ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. കാരണം ആ ഒരു കംപ്ലയിൻറ്റ് വരുമ്പം ഇതിൽ താമസിക്കുന്ന ആൾക്ക് മാനസികപരമായിട്ടുള്ള പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും വരാനുള്ള സാധ്യത കൂടുതലാണ്. ആ ഒരു ഭാഗം നമ്മൾ ഈ പറഞ്ഞ ബേസിക് ഫൗണ്ടേഷൻ ആണെങ്കിൽ പോലും കെട്ടി സെപ്പറേറ്റ് ചെയ്യുമ്പം അതിൻ്റെ ദോഷത്തിനൊക്കെ ഒരു കാഠിന്യം കുറഞ്ഞു കിട്ടും. അതുപോലെ ചുറ്റളവ് എടുക്കുന്ന സമയത്ത് മരണച്ചുറ്റി നിൽക്കുന്ന വീടായിട്ടാണ് കാണുന്നത്. ഒരു 180 സെൻറ്റിമീറ്റർ കൂടി കൂട്ടിയെടുത്തെങ്കിൽ മാത്രമേ ഇത് ബാല്യത്തിലേക്ക് വരികയുള്ളൂ. കാരണം മരണച്ചുറ്റി കിടക്കുന്ന ഒരു വീട്ടിൽ നമ്മൾ താമസിക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ യാതൊരു കാര്യങ്ങളും നമുക്കൊരു തീർപ്പുണ്ടാക്കാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും. നമുക്ക് നല്ലൊരു തീരുമാനം എടുക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിലേക്ക് പോകും. അപ്പോൾ അത് ഈ ഒരു ചുറ്റളവ് ക്ലിയർ ചെയ്യുമ്പോൾ ആ ഒരു വിഷയങ്ങൾ മാറിക്കിട്ടും. അതുപോലെ ഇദ്ദേഹത്തിന് ജാതകം എടുക്കുന്ന സമയത്ത് ജാതകത്തിനകത്ത് നല്ല സമയമോശവും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടുന്ന അവരവരുടെ മതാചാര പ്രകാരമുള്ള പ്രാർത്ഥനയും കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോവുക. വാസ്തു സംബന്ധമായിട്ട് ഈ ഒരു കാര്യങ്ങൾ ഇവർ ക്ലിയർ ചെയ്തെടുക്കണം. അതുപോലെ ഭൂമി സംബന്ധമായിട്ട് നല്ല ബാധാദോഷങ്ങളും ശത്രുദോഷങ്ങളും ഒക്കെയുള്ള ഭൂമിയായിട്ടാണ് കാണുന്നത്. ഏതെങ്കിലും ഒരു കർമ്മയുടെ സഹായത്താൽ അതിന് വേണ്ടുന്ന പരിഹാരങ്ങൾ ചെയ്തിട്ട് വസ്തു ക്ലിയർ ആവാനായിട്ട് ശ്രദ്ധിക്കുക. വാസ്തു സംബന്ധമായിട്ട് ഈ ഒരു കാര്യങ്ങൾ ചെയ്ത ശേഷം മുന്നോട്ട് പോവുക. നന്ദി.
സാർ ഒരു സംശയം ചോദിക്കട്ടെ, നമ്മളിപ്പോൾ ഒരു വീട്ടിൽ താമസിക്കുമ്പോൾ ഗൃഹനാഥൻ്റെ നമ്മുടെ ജാതക നിലയാണോ അതോ ടോട്ടൽ എല്ലാവരുടെയും ഒരു നോക്കൂ ജ്യോതിഷപരമായി നോക്കുമ്പോൾ? ഒരു വീടെടുക്കുന്ന സമയത്ത് അതിനകത്ത് ഗൃഹനാഥൻ്റെ ജാതകത്തിനും ഗൃഹനാഥയുടെ ജാതകത്തിനും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അത് തന്നെയല്ല, നമ്മളൊരു പ്ലാൻ വരയ്ക്കുമ്പം നമ്മളെപ്പോഴും എനിക്ക് തരുന്ന പ്ലാനിൽ ഈ ചുറ്റളവ് മാത്രമായിരിക്കും കറക്റ്റാണ് എന്ന് നോക്കുന്നത്. കാരണം ചുറ്റളവ് തന്നെയല്ല, അതിൽ അയവും വ്യയവും ഉണ്ട്. ഒരു വീട് നമ്മൾ പണിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് 100 രൂപ ഇൻകം ഉണ്ടെങ്കിൽ അതിൽ 30 രൂപ ആയിരിക്കണം നമുക്ക് ചിലവ്, ബാക്കി സേവിങ്സിലേക്ക് പോകണം. ചില അളവെടുക്കുന്ന സമയത്ത് നമുക്ക് 100 രൂപ കിട്ടിയാൽ 150 രൂപ ചിലവാകുന്ന അളവുണ്ട്. കാരണം ഓരോ അളവിലും ഗുണമുണ്ട്, ദോഷമുണ്ട്. കാരണം അതിൻ്റെ അയവും വ്യയവും ഒക്കെ നോക്കണം. കുറേ കാര്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട. അതല്ല, ഇതിൻ്റെ നക്ഷത്രം നമ്മുടെ അതിൽ ഗൃഹനാഥൻ്റെ നക്ഷത്രമായിട്ട് സൂട്ടാവണം. ചിലപ്പോൾ ചേരാത്ത നക്ഷത്രമാണെങ്കിൽ നമുക്ക് പിന്നെയും ബുദ്ധിമുട്ടാവും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ വാസ്തുവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് റിലേറ്റഡായിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ ഈ വീട് തന്നെ നമ്മൾ എടുത്താൽ അദ്ദേഹത്തിന് ജാതകത്തിനകത്ത് നല്ല സമയമോശമാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഉള്ള ജോലിക്കും പോകാതെ സമയമോശം കൂടെ വന്ന് ഈ വീടിൻ്റെ പ്രശ്നങ്ങളും വസ്തുവിൻ്റെ വിഷയങ്ങളും എല്ലാം കൂടെ അദ്ദേഹത്തിനെയാണ് മാക്സിമം കയറി ബാധിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ശരിക്കും നമുക്കൊരു ഡിപ്രഷൻ മൂഡായിരിക്കും. ഒരു മെൻ്റലി ഒരു മൂഡ് ഓഫ് ആയി കഴിഞ്ഞാൽ നമുക്ക് ടോട്ടലി ഒരു കാര്യങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. മക്കൾക്കും ജോലിയില്ല, പക്ഷേ തൊഴിൽ സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ ആ വീടിനില്ല. നമുക്കൊരു വീടെടുക്കുമ്പം അതിൻ്റെ തൊഴിലിൻ്റെ ഭാഗമുണ്ട്, പ്രശസ്തിയുടെ ഭാഗമുണ്ട്, ദാമ്പത്യത്തിൻ്റെ ഭാഗമുണ്ട്, കുട്ടികളുടെ പോർഷനുണ്ട്, അതുപോലെ വിദ്യാഭ്യാസം, ആരോഗ്യം, ഇങ്ങനെ ഒരു 8 കോർണറായിട്ടാണ് നമ്മൾ അതിനെ തിരിക്കുക. ഓരോ ദിക്കും ഓരോ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ്. അതിൻ്റെ മെയിൻ വാതിലിൻ്റെ സ്ഥാനം അനുസരിച്ച് മാറ്റം ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഈ പറഞ്ഞ പോലെ തൊഴിൽ ഭാഗത്ത് ഏതെങ്കിലും രീതിയിലുള്ള കംപ്ലയിൻറ്റ് വന്നാൽ അതിൽ ആ താമസിക്കുന്ന എല്ലാവർക്കും അത് ബാധകമാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ വ്യാഴം 9 ഒക്കെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് ചിലപ്പോൾ മുന്നോട്ട് പോകും. പക്ഷേ അപ്പോഴും 100 കിട്ടാനുള്ളത് 60 കിട്ടുകയുള്ളൂ. പക്ഷേ 100ലേക്ക് പോകുന്നില്ല. അപ്പോഴും ഇതിൻ്റെ അകത്ത് തൊഴിൽ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളല്ല, ആ വീടിൻ്റെ വാസ്തു സംബന്ധമായിട്ടുള്ള കംപ്ലയിൻറ്റും വീടിൻ്റെ നിർമ്മിതിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കംപ്ലയിൻറ്റുമാണ്. 2 ഭൂമി സംബന്ധമായിട്ടുള്ള ദോഷമാണ്. ഈ കാര്യങ്ങൾ ക്ലിയർ ചെയ്ത് കഴിയുമ്പോൾ ഇപ്പോൾ ഇവരെ ഈ ബാധിച്ചിരിക്കുന്ന വിഷയങ്ങളൊക്കെ പെട്ടെന്നൊരു മാറ്റമുണ്ടാവും. അതുപോലെ വാസ്തുവിൻ്റെ കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും സ്ഥലത്തിൻ്റെ വിഷയങ്ങളാണെങ്കിലും നമ്മൾ എപ്പോൾ അത് സോൾവ് ചെയ്യുന്നു അപ്പം മുതൽ അതിൻ്റെ റിസൾട്ട് അവർക്ക് കിട്ടുന്നു. അല്ല ഒരുപാട് കാലമൊന്നും വേണ്ട. ഇപ്പോൾ നമ്മൾ ഇതിനകത്ത് ഫെങ്ഷുയി ചെയ്താൽ പോലും നമ്മളെപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുന്നു, പഞ്ചഭൂതങ്ങളെയാണ് അപ്ലൈ ചെയ്യുക. അതിനകത്ത് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു ചേഞ്ച് അവർക്ക് അത് ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് ഫീൽ ചെയ്യും. പക്ഷേ ഇവരെ ഈ ഒരു കാര്യങ്ങൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ആദ്യം ക്ലിയർ ചെയ്ത ശേഷം മുന്നോട്ട് പോകാം. കാരണം അത് ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് ആ ഒരു മാറ്റം സ്വയം ഫീൽ ചെയ്യും. ഈ ഒരു കാര്യങ്ങൾ മാത്രം ചെയ്യുക, ചെറിയ കാര്യങ്ങളേ ഉള്ളൂ, അത് ചെയ്തിട്ട് മുന്നോട്ട് പോകും. വാസ്തു ജ്യോതിഷപരമായ നിങ്ങളുടെ സംശയങ്ങൾക്ക് ഞങ്ങൾക്ക് എഴുതേണ്ട വിലാസം: പ്രൊഡ്യൂസർ ദേവാമൃതം, കൗമുദി TV, കൗമുദി ബിൽഡിംഗ്സ്, പേട്ട,